ഹൈദരാബാദിനെതിരെ മുംബൈ പൊരുതി നോക്കിയെങ്കിലും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. എല്ലാവരും കുറ്റം പറയുന്നത് പാണ്ഡ്യയെ തന്നെയാണ്. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു. രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റനാക്കണമെന്നും ആരാധകർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമാണ്. ഇപ്പോഴിതാ കളി തോറ്റ ശേഷം നിത അംബാനി വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. നിത പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. SRH 277 എന്ന കൂറ്റൻ ടാർഗറ്റാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. IPLന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം നിത അംബാനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇപ്പോഴത്തെ മുംബൈ ടീമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. ബൗളേഴ്സ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് അവൻ്റെ മിടുക്ക് കണ്ടിട്ടാണ്. പക്ഷെ അവൻ്റെ ക്യാപ്റ്റൻസി ടീമിലെ താരങ്ങൾ തമ്മിൽ തർക്കമുണ്ടാക്കുകയാണ്. ടീമിനെ നശിപ്പിക്കുന്ന യാതൊരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. ഇപ്രാവശ്യം പാണ്ഡ്യയ്ക്ക് ഞങ്ങൾ ഒരു അവസരം കൊടുക്കുകയാണ്. ശരിക്കും അവൻ ക്യാപ്റ്റൻസി നോക്കിയില്ലെങ്കിൽ അവനെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കം ചെയ്യും. രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റൻസി ഏൽപ്പിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം. കാരണം ടീമിലെ താരങ്ങൾ തമ്മിലെ ഐക്യമത്യം പോയിരിക്കുന്നു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഇപ്രാവശ്യം പ്ലേ ഓഫ് പോലും എത്തില്ലെന്നത് ഉറപ്പാണ്. അടുപ്പിച്ച് ഇപ്പോൾ 2 കളിയും തോറ്റിരിക്കുകയാണ്. തോൽവി മാത്രമല്ല, പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു. ആർക്കും തന്നെ ഒരു സഹകരണമില്ല. അതുകൊണ്ട് പാണ്ഡ്യയോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നല്ല രീതിയിൽ പാണ്ഡ്യ മുന്നോട്ട് പോയില്ലെങ്കിൽ പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കി രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻസി കൊടുക്കുമെന്ന് നിത അംബാനി വ്യക്തമാക്കി. എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ്. രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇപ്രാവശ്യം മുംബൈ ഇന്ത്യൻസിൻ്റെ ഗതി അധോഗതിയായിരിക്കും. പാണ്ഡ്യ തൻ്റെ ഷോ ഇപ്പോൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തോന്നിയ പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബുംറയ്ക്ക് ശരിക്ക് ബൗളിംഗ് കൊടുക്കുന്നില്ല. പാണ്ഡ്യ ഇപ്പോൾ തന്നിഷ്ടമാണ് കാണിക്കുന്നത്. എന്തായാലും മുംബൈ ഇന്ത്യൻസിൽ ഉടനെ തന്നെ ഒരു ക്യാപ്റ്റൻസി മാറ്റം പ്രതീക്ഷിക്കാം. പാണ്ഡ്യ നല്ല ക്യാപ്റ്റനാണോ അതോ രോഹിത് ശർമ്മ തന്നെ തിരിച്ച് ക്യാപ്റ്റൻ ആവണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.